ഹായ് ഓൾ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജൊഹാരി വിൻഡോയെ പറ്റിയാണ്. ജൊഹാരി വിൻഡോ ഒരു സെൽഫ് അവെയർനെസ് ടൂളാണ്, അല്ലെങ്കിൽ ഒരു സെൽഫ് അവെയർനെസ് ടെക്നിക്ക് തന്നെ പറയാം. ഇത് രണ്ട് സൈക്കോളജിസ്റ്റാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ജോസഫ് ലെഫ്റ്റും ഹാരിങ്ടൺ എന്ന് പറഞ്ഞിട്ട്. അവരുടെ പേരിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളാണ് ഈ ജൊഹാരി എന്ന വാക്ക്. അങ്ങനെയാണ് ഇതിന് പേര് വരുന്നത്. ഓക്കെ, പറഞ്ഞ പോലെ ഇതൊരു സൈക്കോളജിക്കൽ ടൂളാണ്. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും, അതായത് സെൽഫ് അവെയർനെസ് ഇൻക്രീസ് ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവരോടുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബന്ധം എങ്ങനെയാണെന്ന് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് വരുന്നത്. ഈ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യുകയെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ChatGPT ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് ChatGPT കേട്ടോ. ChatGPT എനിക്ക് സെർട്ടൻ സെറ്റ് ഓഫ് ഡിസ്ക്രൈബിങ് വേർഡ്സ് തന്നു. അതായത് ഡിസ്ക്രൈബിങ് വേർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അഡ്ജക്റ്റീവ്സ്. അതായത് കുറച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ കാം, കൈൻഡ്, ലവിങ്, ചിയർഫുൾ, ലേസി, സ്ട്രോങ്, ബോൾഡ്, അഗ്രസീവ്, അഡാപ്റ്റബിൾ, അങ്ങനത്തെ കുറച്ച് വാക്കുകൾ എനിക്ക് തന്നു. അതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് വേർഡ്സ് ഞാൻ പിക്ക് ചെയ്യണം. അതായത് 5 to 6 വേർഡ്സ് ഞാൻ പിക്ക് ചെയ്യണം. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. ഇതേ സെയിം സെറ്റ് ഓഫ് ഡിസ്ക്രൈബിങ് വേർഡ്സ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കണം. ഫ്രണ്ട്സിന് കുറച്ച് അയച്ചു കൊടുക്കണം. ഫ്രണ്ട്സോ പാരൻസോ ഹൂഎവർ ഇറ്റ് ഈസ് അവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവർക്ക് എന്താണ് തോന്നുന്നത് അവർ നമുക്ക് അയച്ചു തരും. ഒരു 5 to 6 വേർഡ്സ് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരും. എന്നിട്ട് ഈ ഒരു ജൊഹാരി വിൻഡോ നാല് ക്വാഡ്രൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ഏരിയ ആണ്. ഓപ്പൺ ഏരിയ എന്ന് പറയുമ്പോൾ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, അങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വാഡ്രൻ്റാണ് ഓപ്പൺ ഏരിയ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടും പറയാണ്, നീ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്, നീ കൈൻഡാണ്, അങ്ങനെയൊക്കെ അവൾ പറയാണ്. അപ്പോൾ അതെന്താണ്, എനിക്കും അറിയാം അവൾക്കും അറിയാം ഞാൻ ഹെൽപ്ഫുൾ ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ബിഹേവിയേഴ്സ് ട്രേറ്റ്സ് ഒക്കെ ഓപ്പൺ ഏരിയയിൽ വരും. മനസ്സിലായോ? അതായത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം, അങ്ങനത്തെ കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വാഡ്രൻ്റാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ബ്ലൈൻഡ് സ്പോട്ടിൽ എനിക്കറിയില്ല ബട്ട് നിങ്ങൾക്കറിയാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ വോയിസ് എങ്ങനെയാണോ ഞാൻ കേൾക്കുന്നത് അതുപോലെ ആവില്ല നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ വോയിസൊക്കെ അയക്കുമ്പോൾ വീണ്ടും നമ്മൾ റീപ്ലൈ അടിച്ച് കേൾക്കുമ്പോൾ ഇത് എൻ്റെ സൗണ്ടൊന്നുമല്ലല്ലോ എന്ന് ഇടയ്ക്ക് നമുക്ക് തോന്നാറില്ലേ? അതുപോലെ. അതായത് വേറെ എക്സാമ്പിൾ കൂടി പറയാം. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് പറയാണ്, നീ എന്തിനാ ഇങ്ങനെ ചൂടാവണമെന്ന്. അപ്പം എൻ്റെ വിചാരം ഞാൻ നോർമലായിട്ടാണ് സംസാരിക്കുന്നതെന്നാണ്. ബട്ട് കേൾക്കുന്നവർക്ക് അത് ഞാൻ ചൂടായിട്ട് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ബ്ലൈൻഡ് സ്പോട്ടിൽ വരിക. നമുക്കറിയില്ല ബട്ട് ബാക്കിയുള്ളവർക്ക് അത് കാണാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഫ്രണ്ട് എന്നോട് നിനക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, അത് തിരുത്താൻ നോക്കും, സെൽഫ് അവെയർ ആവും. എൻ്റെ ടോൺ മാറുന്നുണ്ടെന്ന് എനിക്ക് ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാവും. നെക്സ്റ്റ് ക്വാഡ്രൻ്റാണ് ഹിഡൻ ഏരിയ എന്ന് പറയുന്നത്. ഹിഡൻ ഏരിയയിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ എനിക്കറിയാം ബട്ട് നിങ്ങൾക്കറിയില്ല. അതായത് എൻ്റെ ഫിയേഴ്സ് ആവും, അതായത് എനിക്ക് പേടിയുള്ള കാര്യങ്ങളാവാം, എനിക്ക് എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ആവാം, അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളാവും, പക്ഷെ നിങ്ങളോട് ഞാനത് ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് വരിക, ഹിഡൻ ഏരിയയിൽ വരിക. അതായത് ഇപ്പോൾ എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണ്. ആ കാര്യം നിങ്ങൾക്കൊന്നും അറിയണ്ടാവില്ല. ഞാൻ അപ്പം ഇവിടെ നിന്ന് സംസാരിക്കുന്നുള്ളൂ, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ്, സ്റ്റേജിൽ കയറാനൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ റിയലി എനിക്ക് പേടിയാണ്, അത് നിങ്ങൾക്കറിയില്ല ബട്ട് എനിക്കറിയാം. അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് വരിക, ഹിഡൻ ഏരിയയിൽ വരിക. അടുത്ത ക്വാഡ്രൻ്റാണ് അൺനോൺ എന്ന് പറയുന്നത്. അൺനോൺ എന്ന് പറയുമ്പോൾ എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല, അങ്ങനത്തെ രണ്ടുപേർക്കും ഹിഡൻ ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അൺനോണിൽ വരിക. അതായത് ഭാവിയിൽ
എൻ്റെയും എക്സ്പീരിയൻസിലൂടെ നമ്മുടെ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് തന്നെ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത്, ആ ഒരു കാറ്റഗറീനെയാണ് പറയുന്നത് അൺനോൺ എന്ന്. നമുക്കിതുവരെ അറിയില്ലല്ലോ. അതായത് എനിക്ക് 12 മണിക്കൂർ ഇത് പഠിക്കാൻ പറ്റുമെന്ന് എനിക്കിതുവരെ അറിയില്ല. ഭാവിയിൽ എന്തെങ്കിലും ഞാൻ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ, ഒരു ടഫസ്റ്റ് എക്സാം എഴുതുകയാണെങ്കിൽ അന്ന് ചിലപ്പോൾ ഔട്ട് ഓഫ് ലിമിറ്റ് ഞാൻ പഠിച്ചേക്കാം. എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഇങ്ങനത്തെ കാര്യങ്ങളാണ് അൺനോണിൽ വരിക. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോറിനിലൊക്കെ പോയണ്ടല്ലോ, ഈ ജന്തുക്കളൊക്കെ കഴിക്കാൻ തരും പറഞ്ഞാൽ കഴിക്കാൻ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടാവും, റൈറ്റ്? അത് എനിക്ക് ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല. ഭാവിയിൽ ഞാൻ കഴിക്കുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് അൺനോണിൽ വരിക. ഓക്കെ, നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഓപ്പൺ ഏരിയ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പൺ ഏരിയ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് നമ്മളെ കൂടുതൽ അറിയാം, ബാക്കിയുള്ളവർക്കും നമ്മൾ എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയാം. അതിനെയാണ് ഓപ്പൺ ഏരിയ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഓപ്പൺ ഏരിയ എക്സ്പാൻഷൻ ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ബ്ലൈൻഡ് സ്പോട്ടിൽ ആൾ വന്ന് പറയാണ് നിൻ്റെ ടോൺ മാറുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണത്? എനിക്കത് മനസ്സിലാവുന്നുണ്ട്, എൻ്റെ ടോൺ മാറുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാനത് തിരുത്താൻ നോക്കുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ എന്താണ്, ഓപ്പൺ ഏരിയ എക്സ്പാൻഡ് ആവുകയാണ്. പിന്നെ ഹിഡൻ ഏരിയയിലോ എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി, അതായത് എൻ്റെ മുഖം ഭംഗിയില്ല, അതൊക്കെ ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് തുറന്ന് പറയുകയാണ്. എനിക്കറിയാത്ത കാര്യങ്ങൾ, അതായത് എനിക്കറിയുന്ന കാര്യങ്ങൾ, ഞാൻ നിങ്ങളോട് ഇതുവരെ പറയാത്ത കാര്യങ്ങൾ, അത് ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ എന്താണ്, എനിക്കറിയാം നിങ്ങൾക്കറിയാം. അപ്പോൾ അതെന്താണ്, ഓപ്പൺ ഏരിയയിൽ പെട്ടൂലോ. അപ്പോൾ അത് ഓപ്പൺ ഏരിയ എക്സ്പാൻഷൻ. അപ്പോൾ എന്താ, നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ അറിയാം, ബാക്കിയുള്ളവർക്കും അറിയാം. അതാണ് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. ഈ ജോഹാരി വിൻഡോയുടെ ഈ ഓർഗനൈസേഷനിലൊക്കെ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്സ് കാര്യങ്ങൾ കിട്ടും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ബേസിക്കലി ഈ ഒരു ടെക്നിക്കിലൂടെയാണ് പോകുന്നത് എന്നാണ് പറയാൻ വന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും എന്തുകൊണ്ട് ഞാൻ സെൽഫ് അവെയർ ആയിട്ടിരിക്കണം എന്നുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഗോയിങ് വിത്ത് ദ ഫ്ലോ? ഐ വിൽ ഗോ വിത്ത് ദ ഫ്ലോ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കഥയെന്നല്ല, ജസ്റ്റ് ഒരു തോട്ട്. 2 കലമെടുക്കുക, 2 pots. ഒരു പോട്ടിന് ഒരു പ്രശ്നവുമില്ല, നല്ലതാണ്. മറ്റേ പോട്ടിന് ഒരു ഹോൾ ഉണ്ട് അതിൽ. അപ്പോൾ രണ്ടിനെയും നമ്മളൊരു പുഴയ്ക്ക് ഒഴുക്കി വിടുകയാണ്. അപ്പോൾ ഒരു കേടുപാടും ഇല്ലാത്ത ആ കലമാണ് ആ വെള്ളത്തിൽ കൂടെ അങ്ങനെ ഒഴുകി പോവുള്ളൂ. മറ്റേതോ ആ ഹോളുള്ളത് താഴ്ന്നു പോവുകയും ചെയ്യും, ഇറ്റ് വിൽ ഡ്രോൺ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ പോട്ടിലെ ഹോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ മിസ്റ്റേക്സ് ആണ്, തിരുത്തപ്പെടാത്ത ഒരുപാട് തെറ്റുകളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലോയിൽ പോകുമെന്ന് പറഞ്ഞാൽ, ആ ഹോളും വെച്ച് ഫ്ലോയിൽ പോകുമെന്ന് പറഞ്ഞാൽ പോവില്ല. സോ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു be aware of yourself and try to make a change. Thanks for watching.